കേരളത്തിൽ എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സുകളിലേക്കുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആണിത്. അതായത് കേരളത്തിൽ എഞ്ചിനീയറിങ്ങിനോ ഫാർമസിക്കോ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളൊക്കെ തന്നെ ഇതിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യണം. അത് നിർബന്ധമാണ്. അതായത് 2024 എഞ്ചിനീയറിംഗ് എക്സാം അല്ലെങ്കിൽ ഫാർമസി എക്സാം വഴി എക്സാം എഴുതി എലിജിബിളായ യോഗ്യത നേടിയ കുട്ടികൾ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ കയറേണ്ട സൈറ്റ് ce.kerala.gov.in എന്നുള്ള സൈറ്റാണ്. അതിൽ നിങ്ങൾക്ക് ഓഗസ്റ്റ് 5 രാവിലെ 11 മണി വരെ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാനുള്ള സമയമുണ്ടാവും. ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാത്ത കുട്ടികളെ ഈ അലോട്ട്മെൻറ്റിൽ പരിഗണിക്കില്ല, അല്ലെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ടുള്ള തുടർ അലോട്ട്മെൻറ്റുകളിലും പരിഗണിക്കില്ല. പിന്നെ ഒരു ഓപ്പൺ റൗണ്ടൊക്കെ വന്നാലേ ഉള്ളൂ. അതുകൊണ്ട് നിർബന്ധമായിട്ടും ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യണം. ഇനി അതിൻ്റെ ഷെഡ്യൂൾ നോക്കുക. ജൂലൈ 29 ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തു. 4 ട്രയൽ അലോട്ട്മെൻറ്റ് വരും. 5 ഇതിനുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ അവസാനിക്കും. 7 നിങ്ങൾക്ക് താൽക്കാലിക അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കും. 8 ഫൈനൽ അലോട്ട്മെൻറ്റ്, അതായത് ഫസ്റ്റ് റൗണ്ടിൻ്റെ ഫൈനൽ റിസൾട്ട് വരും. ഈ അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾ ഓഗസ്റ്റ് 8 തുടങ്ങി ജോയിൻ ചെയ്യുകയും വേണം. അപ്പോൾ അതിനുള്ള സമയം ഓഗസ്റ്റ് 12 വൈകിട്ട് 4 മണി വരെ ഉണ്ടാവും നിങ്ങൾക്ക് കോളേജിൽ ജോയിൻ ചെയ്യാനുള്ള സമയം. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫീസ് അടച്ചാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. ഫീസ് അടയ്ക്കാത്ത കുട്ടികളുടെ രജിസ്ട്രേഷൻ പോവും. അതിനുശേഷമാണ് രണ്ടാമത്തെ റൗണ്ട് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്കൊരു ഓപ്ഷൻ കിട്ടിയാൽ അത് അപ്ഗ്രേഡ് ആവാനൊക്കെ നമുക്ക് രണ്ടാമത്തെ റൗണ്ടിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ തുടർന്നുള്ള അലോട്ട്മെൻറ്റുകളുടെ സമയക്രമം പിന്നീട് പ്രസിദ്ധപ്പെടുത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിലവിൽ ഫസ്റ്റ് റൗണ്ടിൻ്റേത് മാത്രമാണ്. അപ്പോൾ ഫസ്റ്റ് റൗണ്ടിൽ നിങ്ങൾക്കൊരു സീറ്റ് കിട്ടിയാൽ നിർബന്ധമായിട്ടും ജോയിൻ ചെയ്യണം, ഇല്ലെങ്കിൽ നിങ്ങളെ സെക്കൻഡ് റൗണ്ടിൽ പരിഗണിക്കില്ല. സപ്പോസ് നിങ്ങൾക്കൊരു സീറ്റ് കിട്ടിയിട്ടില്ല എങ്കിൽ പ്രശ്നങ്ങളൊന്നുമില്ല, അടുത്ത റൗണ്ടിൽ നിങ്ങളെ പരിഗണിച്ചോളും. അപ്പോൾ അതിനെന്ത് നിങ്ങൾ ചെയ്യണമെന്നുള്ളതിൻ്റെയൊക്കെ അപ്ഡേറ്റ് വരുന്ന മുറയ്ക്ക് ഗ്രൂപ്പിലിടാം. ഇനി എഞ്ചിനീയറിംഗിനായിട്ടോ ഫാർമസിക്കായിട്ടോ പ്രവേശനം ആഗ്രഹിക്കുന്ന കുട്ടികളൊക്കെ തന്നെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ 2000 രൂപ രജിസ്ട്രേഷൻ ഫീ അടയ്ക്കണം. ഈ 2000 രൂപ നിങ്ങൾക്ക് സീറ്റ് കിട്ടിയാൽ നിങ്ങളുടെ ഫീസിൽ കുറവ് വരുത്തുകയും സീറ്റ് കിട്ടിയിട്ട് നിങ്ങൾ എടുത്തില്ലെങ്കിൽ അത് കോമ്പൻസേഷനായിട്ട് അവർ പിടിച്ചു വയ്ക്കുകയും നിങ്ങൾക്ക് സീറ്റൊന്നും കിട്ടിയിട്ടില്ല എങ്കിൽ പിന്നീട് തിരിച്ചു തരികയും ചെയ്യും. എന്നാൽ SC ST OEC കാൻഡിഡേറ്റിനൊക്കെ 500 രൂപ അടച്ചാൽ മതിയാവും. ബാക്കിയുള്ളവർക്ക് 2000 രൂപ. ഈ 3 SC ST OEC കാറ്റഗറിക്ക് 500 രൂപ അടച്ചാൽ മതി. നിങ്ങളത് രജിസ്റ്റർ ചെയ്യാൻ നേരത്തെ അവിടെ ഡിസ്പ്ലേ കാണിക്കും എത്രയാണ് നിങ്ങൾ അടയ്ക്കേണ്ടത് എന്ന് കാണിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ തുക അടച്ചാൽ മതിയാവും. ഇനി രജിസ്ട്രേഷൻ ഫീസ് നിങ്ങൾക്ക് ഓൺലൈനായിട്ടോ ഹെഡ് പോസ്റ്റ് ഓഫീസ് വഴിയോ ഒക്കെ അടയ്ക്കാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഘട്ടത്തിൽ ലഭ്യമാക്കിയിട്ടുള്ള ഓപ്ഷൻ തുടർന്നുള്ള ഘട്ടങ്ങളിൽ പുതുതായിട്ട് നൽകാൻ സാധിക്കില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കോളേജ് ഈ റൗണ്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന 10 കോളേജ് ഉണ്ടെന്ന് വിചാരിക്കാം. ആ 10 കോളേജിൽ 8 കോളേജ് നിങ്ങൾ വെക്കുകയും പിന്നീടുള്ള 2 കോളേജ് പിന്നീട് വെക്കാമെന്ന് വിചാരിച്ചാൽ നടക്കൂല. അതായത് ഈ റൗണ്ടിൽ എത്ര കോളേജ് ഉണ്ടോ ആ കോളേജുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ റൗണ്ടിൽ തന്നെ വെക്കണം. പുതിയതായിട്ട് ആഡ് ചെയ്യപ്പെടുന്ന കോളേജുകൾ മാത്രമാണ് അടുത്ത റൗണ്ടിൽ നിങ്ങളെ വെക്കാൻ സമ്മതിക്കുക. അതായത് ഈ റൗണ്ടിലുള്ള ഒരു കോളേജുകളും ഈ റൗണ്ടിൽ നിങ്ങൾ മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ, ഓപ്ഷനിൽ വെച്ചിട്ടില്ലെങ്കിൽ അടുത്ത റൗണ്ടിലും വെക്കാൻ സാധിക്കില്ല എന്ന് ചുരുക്കം. ഇനി അലോട്ട്മെൻറ്റ് കിട്ടിയാൽ നിങ്ങൾ ജോയിൻ ചെയ്യും എന്ന് ഉറപ്പുള്ള കോളേജിൽ മാത്രമേ ഓപ്ഷൻ കൊടുക്കാവൂ. നിങ്ങൾക്ക് കിട്ടിയാൽ എടുക്കുമെന്ന് ഉറപ്പുള്ള കോഴ്സേ നിങ്ങൾ സെലക്ട് ചെയ്യാവൂ. വെറുതെ നിങ്ങൾ ഓപ്ഷൻ കൊടുക്കരുത്. കിട്ടിയാൽ എടുക്കുമെന്നുള്ള കോഴ്സും കോളേജും മാത്രമേ കൊടുക്കാവൂ. ഇനി പല കാരണങ്ങൾ കൊണ്ട് റിസൾട്ട് വിത്ത്ഹെൽഡ് ചെയ്തിരിക്കുന്ന കുട്ടികൾക്കും ഓപ്ഷൻ കൊടുക്കാം. എന്നാൽ ആ കുട്ടികൾ എന്ത് ചെയ്യണം? ഓഗസ്റ്റ് 3 വൈകിട്ട് 3 മണിക്ക് മുമ്പ് ആ ഡിഫക്റ്റ് പരിഹരിച്ച് അവരുടെ ഓപ്ഷൻ അല്ലെങ്കിൽ അത് അവരുടെ കാൻഡിഡേറ്റ് പോർട്ടൽ വാലിഡാക്കി വെക്കണം. എങ്കിൽ മാത്രമേ അവരെ അലോട്ട്മെൻറ്റിന് പരിഗണിക്കൂ. ഇനി കീമ് പബ്ലിഷ് ചെയ്ത ഈ നോട്ടിഫിക്കേഷൻ്റെ ഒപ്പം തന്നെ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കോളേജുകളും അതിലെ ഫീയും അങ്ങനെയുള്ള ഡീറ്റെയിലുകളും ഒക്കെ പബ്ലിഷ് ചെയ്തിരുന്നു. അതൊക്കെ ഒരുപാടുള്ളത് കൊണ്ടാണ് ഞാൻ അത് മുഴുവനായിട്ട് പറയാത്തത്. ഞാൻ ജസ്റ്റ് എങ്ങനെയാണ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് എന്ന് മാത്രമാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാൻ പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് അവിടെ കോളേജുകളുടെ ലിസ്റ്റ് കാണിക്കും. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സ് സെലക്ട് ചെയ്യാം, കോളേജ് സെലക്ട് ചെയ്യാം, അതിനെ മേലേക്കും താഴേക്കും ഒക്കെ മാറ്റാം. അത് നിങ്ങളൊരു കമ്പ്യൂട്ടർ സെൻറ്ററിൽ പോയി ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നന്നായി ചെയ്യാൻ പറ്റും. തന്നെ വേണമെങ്കിലും ചെയ്യാം. ബട്ട് മൊബൈലിൽ ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു ലാപ്ടോപ്പ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ നിങ്ങളൊരു കഫേയിൽ പോയി ചെയ്താലും നന്നായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻ റീഅറേഞ്ച് ചെയ്യാനൊക്കെ പറ്റും. നിങ്ങൾ കുറേ ഓപ്ഷൻസ് വെച്ച് അതിനുശേഷം മേലേക്കും താഴേക്കും ഒക്കെ മാറ്റാം. ഇതൊക്കെ ചെയ്ത് കൺഫേം ചെയ്ത് വെക്കണം ഈ രജിസ്ട്രേഷൻ സമയത്ത് തന്നെ. ഇനി ആ ഫുൾ ഡീറ്റെയിൽ, അതായത് ആ പ്രോസ്പെക്ടസ് മുഴുവൻ ഞാൻ അങ്ങനെ തന്നെ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഫീസ് അറിയണമെങ്കിൽ, കോളേജുകളുടെ ലിസ്റ്റ് അറിയണമെങ്കിൽ അത് നോക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് അത് എക്സ്റ്റെൻഡ് ചെയ്യുന്നില്ല. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് ബാക്കിയുണ്ടെങ്കിൽ ഇതിൻ്റെ എൻഡിൽ ഞാൻ എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട്. അതിലേക്ക് വാട്സപ്പ് ചെയ്താലും മതിയാവും. എൻട്രൻസ് സംബന്ധമായ
വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.